ഷംകേർദാസ് എപ്പോഴും പറയുന്നതാണ് സി പി എമ്മിനെതിരെ സമരം ഉണ്ടാകുമ്പോൾ ഇത് എന്താണ് വലതുപക്ഷ ശക്തികളുടെ സാമ്രാജ്യത്വ ശക്തികളുടെ അമേരിക്ക CA ഈ പറഞ്ഞ കോർപ്പറേറ്റ് എപ്പോഴും പറയുന്ന ഒരു ടിപ്പിക്കൽ സാധനം പറഞ്ഞതാണ്. പക്ഷേ സജി ചെറിയാൻ്റെ ഉള്ളിൽ കള്ളമില്ലാത്ത കാരണം സജി ചെറിയാൻ പറഞ്ഞുപോയി, എനിക്ക് വയ്യാതെ പോയിട്ട് ഡെങ്കി അടിച്ച് അബോധാവസ്ഥയിലായിരുന്നു. ആദ്യം എന്താണ് സർക്കാർ ആശുപത്രിയിലേക്ക് പോയി, അവിടെ രക്ഷയില്ല. പിന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി, അവിടെ ചികിത്സിച്ച് അവിടെയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് എന്ന് പറഞ്ഞുപോയി. അതിനുമുമ്പ് കണക്കുകൾ വരുന്നുണ്ട്. MP രാജേഷ് അടക്കം പോയി ലക്ഷങ്ങൾ ചിലവാക്കി നടത്തിയ ചികിത്സയുടെ കണക്കുകൾ അപ്പോൾ തന്നെ പുറത്തേക്കും വരുന്നുണ്ട്. അങ്ങനെ ആ ചികിത്സ ഒരു വഴിക്കൂടെ നടക്കും, മറുവഴിക്കൂടെ. അറ്റ്ലീസ്റ്റ് അത് പറയാതിരിക്കാനും മര്യാദ, ഈ സമയത്ത് പറയാതിരിക്കണം മര്യാദ സഹിച്ചറിയാൻ കാണിക്കണം. അത് കാണിക്കത്തുമില്ല. എന്താണ് അങ്ങേ സൈഡിൽ സമരം ഈ പറഞ്ഞ സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്താനാണ് എന്ന് പറയുകയും ചെയ്യും. ശ്രീ ഹരിദാസ്, കേവലം 18 മാസം കൊണ്ട് 1.98 കോടി രൂപ മെഡിക്കൽ റീഎംബേഴ്സ്മെൻറ്റ് വാങ്ങിയ ഒരു മന്ത്രിസഭയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. അതായത് 21 മന്ത്രിമാരിൽ 3 മന്ത്രിമാരൊഴികെ ബാക്കി 18-19 പേർ ചേർന്നിട്ട് 1,90,00,000 അടുത്തുള്ളൊരു തുകയാണ്. ഞാനിപ്പോൾ ആ തുകയുടെ പേപ്പറിൻ്റെ കയ്യിലില്ല. ആ ഒരു മെഡിക്കൽ റീഎംബേഴ്സ്മെൻറ്റ് അതിൽ ഏറ്റവും കൂടുതൽ അന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നത്, മുഖ്യമന്ത്രിക്കാൾ കൂടുതൽ പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയാണ്. ഏകദേശം 48 ലക്ഷം രൂപയാണ് അദ്ദേഹം മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് ഇത്തരത്തിൽ മെഡിക്കൽ റീഎംബേഴ്സ്മെൻറ്റിൽ പൈസ കിട്ടും, അവർക്ക് അവിടെയൊക്കെ പോയി ചികിത്സിക്കാം. പിന്നെ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നതിൽ കുന്തവും കുടച്ചക്രവും കണ്ടു എന്ന് പറയുന്ന ഒരു വിടുവായത്തരം എല്ലാ സമയത്തും പറയുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഈ സജി ചെറിയാനൊക്കെ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളായ നമ്മൾ ഇത്തരത്തിലൊരു ചർച്ചയിൽ കൊണ്ടുവന്നിട്ട്, കാരണം ഒരു വ്യക്തിയെക്കുറിച്ചിട്ട്, ഒരു വ്യക്തിയുടെ വാക്കുകളെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ ആ വ്യക്തിയിലൊരു ക്വാളിറ്റി നമ്മൾ കണ്ടിരിക്കണം. ഈ സജി ചെറിയാൻ മന്ത്രിയായിരുന്നിട്ട് നാളിതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ വിടുവായത്വങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ആഷ്മി വിട്ടുകളയുക, അല്ലാണ്ട് എന്താ? അദ്ദേഹം പറഞ്ഞില്ലേ, ആയുർദൈർഘ്യം കൂടിയതാണ് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ പ്രായമായ അമ്മച്ചി വാങ്ങുന്ന പെൻഷൻ്റെ തുക കണ്ടിട്ട് എനിക്ക് തന്നെ കണ്ണ് തള്ളിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും പ്രായമായിട്ട് എന്തിനാണ് ഇത്ര പെൻഷൻ? നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കൾക്ക് ആയുർദൈർഘ്യം എത്രത്തോളം കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തി അതിനെ ശപിക്കുകയാണ് ചെയ്യുന്നത്. ആയുർദൈർഘ്യം കൂടിയതൊരു പ്രശ്നമാണ് എന്ന നിലയിലാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിടുവായ തരത്തിന് നമ്മുടെ ഈ സമയത്ത് അദ്ദേഹം അത് പറയുന്നത് അതിന് മറ്റൊരു മാനമുണ്ടല്ലോ. കാര്യം ഈ സമരത്തിൻ്റെ പ്രധാന കാരണമായി CPM കണ്ടെത്തുന്നത് ഇത് പ്രതിപക്ഷം കേരളത്തിൻ്റെ ഈ പറയുന്ന എന്താണ് സർക്കാർ ആരോഗ്യ മേഖല ഇല്ലാതാക്കി കോർപ്പറേറ്റുകൾ കോശാന പാടാൻ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് ശക്തി പകരാൻ നൽകുന്ന സമരം എന്നാണ് CPM ഈ സമരത്തെ ഡിഫൈൻ ചെയ്യുന്നത്. ആ സമയത്താണ് ആ സർക്കാരിലെ മന്ത്രിമാർ നടത്തുന്ന സ്വകാര്യ ആശുപത്രി ചികിത്സകളുടെ കണക്ക് പുറത്തേക്ക് വരുന്നത്. ആ സമയത്തെ ഒരു മന്ത്രി തന്നെ പറയുന്നത് ഈ പറയുന്ന മെച്ചപ്പെട്ട ചികിത്സയാണെങ്കിൽ അങ്ങോട്ടേക്ക് പൊക്കോട്ടെ എന്ന് പറയുന്നത്. അതാണല്ലോ പ്രശ്നം. അതല്ലാതെ ഈ മന്ത്രിമാരൊക്കെ അവർക്കുള്ള പ്രിവിലേജിൽ പോയി ചികിത്സിച്ച് ആർക്കെന്ത് കുഴപ്പം? ഹരിദാസ്, നോക്കി നോക്കൂ ആഷ്മി, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കൂ. ഇന്ന് പറയുന്നത് രാവിലെ 9 മണിക്ക് പറഞ്ഞത് വൈകിട്ട് 4 മണിക്ക് അടർത്തി മാറ്റപ്പെട്ടിട്ട് മാധ്യമപ്രവർത്തകരാൽ പ്രചരിപ്പിക്കപ്പെടുന്ന വാക്കുകളാണ്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു ഒന്നാം നിര നേതാക്കന്മാരാൽ ഭരിക്കപ്പെടുന്ന CPM ആണ് കേരളം ഭരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഇവരിപ്പോൾ ഇന്ന് ഈ പറയുന്ന കാര്യം നാളേക്ക് ഉറച്ചു നിൽക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പുള്ളത്? കഴിഞ്ഞ ഒരു 2 മാസത്തെ മാത്രം മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ എല്ലാ പ്രസ്താവനകളും നമ്മൾ കൂട്ടി വായിച്ച് മുൻപോട്ട് പോയാൽ ഇന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് നാളെ ഇവർ ഉറച്ചു നിന്നിട്ടുള്ള കാര്യങ്ങളുണ്ടോ? അതാണ് ഞാൻ സജി ചെറിയാനെ അങ്ങനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പുറത്തേക്ക് തള്ളാൻ പറഞ്ഞതല്ലാണ്ട് സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിലെ വസ്തുതയെക്കുറിച്ചിട്ട് എനിക്ക് അത്തരത്തിലുള്ളൊരു എതിരഭിപ്രായമുണ്ട് എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് എല്ലാ വിധത്തിലുള്ള ശീതീകരിച്ച ബംഗ്ലാവ്, ശീതീകരിച്ച വാഹനം, ശീതീകരിച്ച ഓഫീസ്, നമ്മുടെ നികുതിപ്പണത്തിൻ്റെ ചെലവിൽ ഭക്ഷണം കഴിച്ചിട്ട് അത് എല്ലുമ്പോൾ കുത്തുമ്പോഴുള്ള അസുഖം കൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എനിക്ക് ഒരു നിഷ്പക്ഷനായ വ്യക്തി എന്ന നിലയ്ക്ക് ജയചന്ദ്രനോട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. താങ്കളിവിടെ പണം പിരിച്ച ഒരു കാര്യം പറഞ്ഞു. ആരോ ആവട്ടെ, ഞാൻ യൂത്ത് കോൺഗ്രസ് ആണെന്നോ BJPയുടെ യുവജന പാർട്ടിയാണെന്നോ ഒന്നും പറയുന്നില്ല. സുഹൃത്തെ, ഈ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ ആ ഏരിയ സെക്രട്ടറി രാജിവെച്ചൊഴിയാനുണ്ടായ കാര്യം എന്താ? ഒരു രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച പണം, അത് കോടികളായിരുന്നു. ഇവിടെ എന്തോ 85 ലക്ഷത്തിൻ്റെ കണക്കാണ് ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച ആരോപണത്തിൻ്റെ പേരിൽ കേൾക്കുന്നത്. 85 ലക്ഷവുമാവും. മറ്റേത് 3.5 കോടി രൂപയുടെയാണ്. 3.5 കോടി രൂപ പിരിച്ചിട്ട് എന്തോ 1 കോടി ആ രക്തസാക്ഷിയുടെ വീട്ടിൽ കൊടുത്തു. ബാക്കി കോടികളുടെ കണക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ സത്യസന്ധനായ ഒരു ഏരിയ സെക്രട്ടറി രാജിവെച്ചൊഴിഞ്ഞ് അദ്ദേഹത്തെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് നിങ്ങൾ വീണ്ടും ആ സ്ഥാനത്തിരുത്തി. പിന്നെ സമരം, ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ ജയചന്ദ്രൻ, ഈ സമരം ഇന്ന് നടത്തുന്ന സമരം
നമ്മുടെ യുവരാജ് ഗോകുലിൻ്റെ പാർട്ടി ആയാലും വസന്ത് തെങ്കുംപള്ളിയുടെ പാർട്ടി ആയാലും നടത്തുന്നത് പ്രഹസനമാണെന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് എനിക്ക്. കാരണം ഇവിടെ ഏത് സമരങ്ങളാണ് ഇവരെ ചെന്നെത്തേണ്ടിടത്ത് എത്തിച്ചിരിക്കുന്നത്? സോളാർ സമരത്തിൻ്റെ കാര്യം ഹാഷ്മി പറഞ്ഞു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ശേഷം ആ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ എത്ര കോലാഹലങ്ങൾ ഇവിടെ നടത്തി? ഏതെങ്കിലും മന്ത്രി രാജിവെച്ചോ? അപ്പോൾ രാജി എന്നത് കേവലം ജനാധിപത്യത്തിൽ ഒരു ക്യാപ്ഷനപ്പുറം ഒന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ ക്യാപ്ഷനെ ഇപ്പം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും 2021 തെരഞ്ഞെടുപ്പും വരികയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾക്കും ആ സമരത്തിലൂടെ 2-3 പേരുടെ തല പൊട്ടുന്നതിനും ആ എന്താ പറയേണ്ടത് ജലപീരങ്കി ഉപയോഗിക്കുമ്പോൾ അവർ തെറിച്ചു പോയിട്ട് വല്ലോടത്തും വീണിട്ട് അവരുടെ എല്ലൊടിയുന്നതിനൊക്കെ വളരെ പ്രസക്തി ഉള്ളതുകൊണ്ട് ആ സമരം നടത്തുമ്പോൾ ആ സമരത്തിനെ ഒരു ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടാനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് അതിന് ഒരു ഒത്തുതീർപ്പ് ശ്രമത്തിലൂടെ എന്ത് ചെയ്യാനാകുമെന്നുള്ളതാണ്. ഒരാളും ഇവിടെ രാജിവെക്കാൻ പോകുന്നില്ല ഹാഷ്മി. ഒരു കാര്യത്തിലൊരു നിഷ്പക്ഷനായ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് 21 മന്ത്രിമാര് രാജിവെക്കേണ്ട അവസ്ഥയിലല്ലേ ഇവിടുത്തെ ഭരണം മുൻപോട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു മന്ത്രി രാജിവെച്ചിട്ട് എന്താ രാജിവെക്കുക നടത്തുന്നില്ല. അത് മുദ്രാവാക്യം വിളിക്കുന്നവർക്കും അറിയാം. ഇപ്പം യുവരാജ് പോലും പറയുകയാണ് അത് രാജിവെക്കും വരെ സമരം. അതങ്ങനെ പറയുന്നേ ഉള്ളൂ. അല്ലാതെ ഏത് സമരമാണ് ഇപ്പോൾ ഏത് കാലത്ത് ഏത് സമരമാണ് ഇന്ന ആളുടെ രാജിയിലേക്ക് പോയിട്ടുണ്ട്. അതെങ്ങനെയാണ്? കോടതി ഇടപെടുകയും കോടതി കർശനമായി പറയുകയും ചെയ്യുമ്പോൾ മാത്രമേ അത് രാജിയിലേക്ക് പോയിട്ടുള്ളൂ ഇന്നേ വരെ, ഇതിനേക്കാൾ വലിയ കൊടികെട്ടിയ വിഷയത്തിലും.